ഇപ്പൊ ഉള്ള പോലെ തന്നെ എനിക്ക് പണ്ടും കുഞ്ഞായിരുന്നപ്പോഴും പെറ്റ്സിനെ വളർത്താന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി കേട്ടോ. ഇപ്പൊ പിന്നെ എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഞാൻ വാങ്ങിക്കും വളർത്തും എന്നല്ലാതെ ആരൊരു പെർമിഷനൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഹസ്ബൻഡ് ഒറ്റയ്ക്ക് സപ്പോർട്ടാണ്, അതോട് പേടിക്കണ്ട. പക്ഷെ അപ്പൊ നമുക്ക് ഒരു സാധനത്തിന് വീട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്തോ ഒരാൾക്കാരടുത്ത് പെർമിഷൻ എടുക്കാൻ അറിയോ. അമ്മ, അച്ഛൻ, ചേച്ചി ഇവരൊക്കെ കാല് പിടിച്ചിട്ടാണ് എന്തെങ്കിലും സാധനത്തിനെ വളർത്തിയെടുക്കാനുള്ള ഒരു പെർമിഷൻ ഗ്രാൻഡാക്കി എടുക്കുന്നത്. അങ്ങനെ ഒരു സമയത്ത് എന്തായാലും പൈസ കൊടുത്ത് വാങ്ങിച്ചൊന്നുമില്ല. മര്യാദയ്ക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ തന്നെ പൈസ ഇല്ലാത്ത സമയത്ത് ഈ പെറ്റ്സിനൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കാനുള്ള സംഭവം എന്തായാലും നടക്കില്ല. പിന്നെ ഏതെങ്കിലും റോഡ് സൈഡിൽ കിട്ടുന്ന നായ്ക്കുത്തിയാവും പൂച്ചക്കുത്തിയാവും അങ്ങനെയൊക്കെയാണ് നമ്മൾ പെറ്റ്സായിട്ട് വളർത്തുന്നത്. അങ്ങനെ ഒരു ദിവസം എനിക്കൊരു ഭയങ്കര കൂട്ടുകാരനാണ് എടുത്താ. ചെറുതായപ്പോഴത്തേക്ക് നമുക്കൊരു ആളുണ്ടാവില്ല ഇങ്ങനെ വാലിയ തൂങ്ങി നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എനിക്കുണ്ടായിരുന്ന ഒരാളാണ് കേട്ടോ അത് കണ്ണേട്ടൻ. അപ്പം കണ്ണേട്ടൻ എന്ത് വയ്യാവേലും ഒപ്പിച്ചാലും പറഞ്ഞ ഞാനും കാണുമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഞാൻ സ്കൂൾ വിട്ട് വരുന്ന കാത്ത് ഞാൻ നിൽക്കുന്നുണ്ട് ഒരാളെ റോഡിൽ തന്നെ. വേഗം വന്ന് പറഞ്ഞ കാത്തിരിക്കാട്ടോ. അപ്പൊ തന്നെ എനിക്കറിയാം എന്തോ പഴി വരുന്നുണ്ടെന്ന്. അങ്ങനെ ഓടിച്ചിടും. എന്നാ എന്താ ചോദിക്കും പറഞ്ഞു, ഒരു നായ്ക്കുത്തി എൻ്റെ നമുക്ക് എടുത്തുണ്ടോ നോക്കിയാലാണ്. അങ്ങനെ വീട്ടിലെടുത്തിട്ട് വരട്ടേന്ന് ചോദിച്ചാൽ ആരും സമ്മതിക്കില്ല. അങ്ങനെ വീട്ടിലാരോടും തരേണ്ട ഞാനും കണ്ണേട്ടനും കൂടെ മെല്ലെ മുങ്ങി. പിന്നെ വീടിൻ്റെ കുറച്ച് മോളായിട്ടൊരു മഴ പോലെ കിടക്കുന്നുണ്ട്. അതിനകത്താണ് ഇവരുള്ളത്. ഒന്നല്ലാട്ടോ 3-4 നായ്ക്കുത്തികളുണ്ട്. അതിലൊന്നിനെ സെലക്ട് ചെയ്തെടുത്താണ് നമ്മുടെ പർച്ചേസിന് പോകുന്ന കാര്യം. ഞങ്ങൾ 2 കൂടെ അങ്ങോട്ട് പോയി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു പോയ 4 നല്ല നായ്ക്കുത്തികളും കേട്ടോ. വെള്ളയും കറുപ്പും ഈ പറഞ്ഞ മാതിരി 2-3 ഇങ്ങനെ കൊഴുക്കട്ട പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അതിനെ നോക്കി സെലക്ട് ചെയ്ത് എന്നോട് പറയാൻ എനിക്ക് ഇഷ്ടമുള്ളതായിരിക്കും. ഗ്രൂപ്പിനെന്ത് എവിടെയോ പർച്ചേസിന് പോയവരാണ് എനിക്ക് സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള ഒന്നിനെടുത്തോ നമുക്ക് വളർത്താമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാനത് ഇങ്ങനെ നോക്കി ഇത് കൊല്ലാം, ഇത് വേണ്ട, പെണ്ണ് കാണാൻ പോയ പോലെ കുട്ടിക്ക് മുടിയില്ല, നീളമില്ല എന്ന് പറയുന്നില്ല, അതുപോലെ അതിന് രസമില്ല, അതിന് തടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒഴിവാക്കി ഒരാളെ കണ്ടു. ഇവ മതി എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കിയ പാടില്ല. താഴോട്ട് നോക്കിയപ്പോൾ ഒരാൾ 100-110 അടിച്ചു വിടുന്നുണ്ട്. ഓടിക്കോ എന്ന് പറഞ്ഞു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ പുറകിൽ ഇതിൻ്റെ തള്ളനായി കിടക്കുന്നു. ഇതെന്നെ ഇങ്ങനെ നോക്കി. അപ്പം അങ്ങനെ വന്നതാണിത്. ഇതെന്നെ നോക്കി ഇങ്ങനെ ഭയങ്കര ഒരു സൗണ്ടും. എനിക്ക് ഓടാനുള്ള ധൈര്യം പോലും ഇല്ലാതെ. അപ്പം ഇത് നേരെ രണ്ട് പറമ്പ് കഴിഞ്ഞങ്ങനെ ആ വീടാ. ഓടിപ്പോയിട്ട് അവിടെ പോയിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് മേലോട്ട് വന്നാട്ടല്ല രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇതെൻ്റെ അടുത്ത് വരെ എത്തി കടിക്കാൻ വേണ്ടിയിട്ട്. എന്തോ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് കടി കിട്ടിയില്ല. അപ്പോഴേക്ക് അമ്മ തായെന്ന്, എടീ നീ എനിക്ക് ഞാൻ തരാറി കുരിപ്പേ ഇങ്ങോട്ട് വലിച്ച് പോളെ വിട്ട് ഇതിന് പോയതാണെന്ന് ചോദിച്ചു. ഇതിലും ഭേദം നായി കടിച്ച് കൊന്നാൽ മതിയായിരുന്നു ഞാൻ വിചാരിച്ചു. ആ മാതിരി എന്നെക്കാൾ വലുപ്പമുള്ളൊരു വടി എടുത്തിട്ടാണ് അമ്മ നിന്നത്. അമ്മയും കണ്ണേട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അങ്ങനെ കണ്ണേട്ടൻ്റെ അച്ഛൻ വന്നിട്ട് നായനെ കഴിച്ച് ഓടിച്ചു. അമ്മ എനിക്ക് കിട്ടിയ അടി എന്ന് വെച്ചാ ഇപ്പോഴും എനിക്ക് എൻ്റെ വേദന മാറിയിട്ടില്ല. അമ്മാതിരി അടി എനിക്ക് കിട്ടി. എന്നാലോ കണ്ണേട്ടൻ കിട്ടിയതോ അതെൻ്റെ അച്ഛനോട് കണ്ണേട്ടൻ കിട്ടി, എൻ്റെ അമ്മേനോട് എനിക്ക് കിട്ടി. പക്ഷേ പിറ്റേന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഞങ്ങൾക്ക് ഈ അടി കിട്ടിയതിന് മാത്രം ഞങ്ങളെ സെലക്ട് ചെയ്ത് നായ്ക്കുട്ടിനെ ഞങ്ങൾ കൊണ്ടു തന്നിട്ടോ. ഞങ്ങളവരെ വളർത്തുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കുരുത്തക്കാർ ഞങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പ്രശ്നം അന്നിപ്പോ ആ അടി കിട്ടി കരഞ്ഞേക്ക് വിളിച്ച് നടക്കുമ്പോൾ അതായിരുന്നു ഏറ്റവും ലൈഫിലെ വലിയ പ്രശ്നം വിചാരിച്ച സമയം ഉണ്ടായിരുന്നു. ഇപ്പം ഈ കഷ്ടപ്പാടും ഈ നെട്ടോട്ടത്തിനൊക്കെ ഇറക്കി അതൊക്കെ ആയിരുന്നു നല്ലതെന്ന് തോന്നുന്നു കേട്ടോ.